ഗുഡ് ഈവനിംഗ്. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രിയും വി ഡി സതീശനും ഇന്ന് നേർക്കുനേർ വന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രാദേശിക നേതാവിൻ്റെ ധാരണ പോലുമില്ല എന്ന് തുറന്നടിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നായിരുന്നു വി ഡി സതീശൻ്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭയുടെ നിലപാട് ഇത്തവണയും നിർണായകമാണ്. സഭ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസുകൾ. സഭയുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചുവെന്ന് ജോസ് കെ മാണി പറയുന്നു. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി പിൻവലിച്ചത് UDF-ന് ആശ്വാസം. കുട്ടനാടിൽ UDF വിമതൻ പത്രിക പിൻവലിച്ചു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ചർച്ചയാക്കുകയാണ് CPM. UDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമി നൽകിയ പട്ടിക അനുസരിച്ചാണെന്ന് A. വിജയരാഘവൻ പറയുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അവിടെ ഫലം മാറ്റിമറിക്കുമോ? വോട്ട് ബാങ്ക് കണക്കൂട്ടലുകളും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നോക്കാം ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് ചിത്രം. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. CPM-ന് നേരെ ഡീൽ ആരോപിച്ച് വി ഡി സതീശൻ എന്ന് രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനും ഇന്ന് കേരളം സാക്ഷിയായി. ഏതായാലും അതിനെതിരെയെല്ലാം ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചത്. 2006 പറവൂരിൽ RSS സംഘടിപ്പിച്ച ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ വി ഡി സതീശൻ പങ്കെടുത്ത ചിത്രം പങ്കുവച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് വിമർശനം ഉന്നയിച്ചത്. അന്ന് RSS-ഉമായി എന്ത് ഡീലായിരുന്നു വി ഡി സതീശൻ നടത്തിയത് എന്ന് വ്യക്തമാക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് ആണ് ഇന്ന് ചർച്ചാ വിഷയമായത്. കോൺഗ്രസ് രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ചില പ്രതികരണങ്ങൾ ഇന്ന് പുറത്തു വന്നു. രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ നേതാവാണെങ്കിലും പ്രാദേശിക നേതാവിൻ്റെ ഗൗരവം പോലും അദ്ദേഹത്തിനില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തമാക്കി. കണ്ടാലും കൊണ്ടാലും രാഹുൽ ഗാന്ധി പഠിക്കുന്നില്ലെന്നും കാര്യങ്ങൾ നേരെ ചൊവ്വേ പഠിക്കാത്തത് കൊണ്ടാണ് ഇത്രയും അധപ്പതനം ഉണ്ടാകുന്നത് എന്നും മുഖ്യമന്ത്രി ഇന്ന് ആഞ്ഞടിച്ചു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നായിരുന്നു പിണറായി വിജയൻ്റെ പ്രതികരണം. കേന്ദ്ര ഏജൻസികൾ തനിക്കെതിരെ കേസെടുത്ത് ചോദ്യം ചെയ്തു എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അങ്ങനെ കേസെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ പക്ഷേ പിണറായി വിജയനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം. അത് BJP CPM അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും ആ ഘട്ടത്തിലാണ് ഈ പിണറായി വിജയൻ ഇന്ന് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരു നേതാക്കളും ഇന്ന് മുഖാമുഖം വരുന്ന ഒരു ദൃശ്യത്തിനാണ് കേരള രാഷ്ട്രീയം സാക്ഷിയായത്. നമുക്ക് കാണാം ആ ഇടിവെട്ട് പ്രതികരണങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDF-ഉം BJP-യും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയും. കോൺഗ്രസിനെയും UDF-നെയും സഹായിക്കാൻ BJP-യുടെ ഇടപെടലിലൂടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPI-ക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതാണ് വി ഡി സതീശൻ്റെ പ്രതികരണം. 2006 പറവൂരിലെ ഡീൽ എന്തായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. സ്വാഭാവികമായും അന്ന് ഈ വി ഡി സതീശൻ അന്ന് ഗോൾവാൾക്കറുടെ മുന്നിൽ വിളക്ക് കൊളുത്തിയത് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ വിമർശനത്തിന് വഴി തെളിയിക്കും എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും അന്നത്തെ ആ ചിത്രത്തിന് വി ഡി സതീശൻ വ്യക്തമായ ചില മറുപടികൾ നൽകുന്നു. ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യമാണ് ഇനി ചർച്ചയാകുന്നത്. ഈ വിഷയം കൂടുതൽ ഇനിയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകും. RSS ആർക്ക് പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ആർക്ക് പിന്തുണ നൽകുന്നു എന്ന രണ്ട് സുപ്രധാന വിഷയങ്ങൾ കേരള രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ച് ദിവസമായി വളരെ നല്ല
ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ വി ഡി സതീശന് നേരത്തെ തന്നെ അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു പോസ്റ്റ് ഇതിന് മുൻപ് 2 ദിവസം മുൻപ് അവിടെ ഒരു പുസ്തക പ്രകാശനം നമുക്കായി ബന്ധപ്പെട്ട് പോയതാണെന്നും അതിനു മുമ്പ് അതേ സമാനമായ പുസ്തക പ്രകാശനം CPM-കാർ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ RSS ബന്ധം, ജമാഅത്തെ ബന്ധം വലിയ തോതിൽ ചർച്ചയാകുമെന്ന കാര്യത്തിന് തർക്കമില്ല. അതിലേക്കാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം മാറുക എന്നാണ് കണക്കുകൂട്ടുന്നത്. മറ്റൊരു പ്രധാന വിഷയം ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ചർച്ചയാക്കാൻ CPM പല കോണുകളിൽ നിന്ന് ശ്രമം നടത്തുന്നു. അത് ജമാഅത്തെ ഇസ്ലാമി നൽകിയ പട്ടിക അനുസരിച്ചാണ് UDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് എന്നൊരാക്ഷേപം വരുന്നു. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെയായ A. വിജയരാഘവനാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞവരെയാണ് കളത്തിലിറക്കുന്നത് എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A. വിജയരാഘവൻ്റെ ആരോപണം. ജമാഅത്തെ ഇസ്ലാമി ബന്ധം മറയ്ക്കാൻ UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് അതിനുവേണ്ടിയാണെന്നാണ് അവരുടെ വാദം. അപ്പോൾ ഇതിനാണ് LDF ആ ഘട്ടത്തിൽ മൗനം പാലിക്കുകയാണ് എന്ന് BJP വാദിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് LDF മൗനം പാലിക്കുന്നത് ഈ ജമാഅത്തെ ബന്ധത്തെക്കുറിച്ച് എന്ന ചോദ്യം BJP വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിനെതിരെ A. വിജയരാഘവൻ തന്നെ രംഗത്ത് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ആളുകളെ കോൺഗ്രസും ലീഗും സ്ഥാനാർത്ഥികളാക്കിയെന്നും UDF-ന്റെ പട്ടിക പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നുമൊക്കെയാണ് A. വിജയരാഘവൻ പറയുന്നത്. ഇതിൻ്റെ വലിയ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വേങ്ങരയിലാണ്. വേങ്ങരയിൽ സ്ഥാനാർത്ഥി KM ഷാജിയാണെന്നും A. വിജയരാഘവൻ പറയുകയാണ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജി ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചാരകനാണ് എന്നൊരാക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുറന്നു കാണിക്കുന്നതിൽ LDF പിന്നോട്ട് പോയിട്ടില്ലെന്നും ഒക്കെയാണ് വിജയരാഘവൻ്റെ പ്രതികരണം. അപ്പോൾ ഒരു തവണ പറഞ്ഞു അതിൽ നിന്ന് പിന്നോട്ട് മാറാൻ LDF ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ A. വിജയരാഘവൻ വ്യക്തമാക്കുന്നു. A. വിജയരാഘവൻ്റെ ആ സുപ്രധാനമായ പ്രതികരണമാണ് ഇന്ന് നമ്മുടെ ഇടിവെട്ട് ബൈ ഷോ. UDF-നെ കുറ്റപ്പെടുത്തിയ കാര്യമില്ലല്ലോ. അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമൊന്നും സ്ഥാപിച്ചിട്ടില്ല. പിന്നെ ഐക്യമുന്നണി നിങ്ങളെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ UDF-ലില്ല. അല്ല, പരസ്യമായ പ്രഖ്യാപനം നടത്തിയിരിക്കില്ലേ? പരസ്യമായ പ്രഖ്യാപനം അത് വി ഡി സതീശൻ അതിനല്ലേ, അങ്ങനെ തന്നെയല്ലേ പറയാ. വി ഡി സതീശനാണ് ആ പ്രഖ്യാപനം നടത്തിയത്. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രസ്താവന നടത്തിയത്. അവരൊരു മുന്നണിയാണ്. അവരൊരുമിച്ച് നിൽക്കുന്നവരായിട്ടില്ല. പിന്നെ അവർ മുന്നണി തന്നെ ആണ് ഞാൻ പറയും. എന്താ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ആളുകളെ സ്ഥാനാർത്ഥിയാക്കി വെച്ചുകൊണ്ടാണ് UDF പാനൽ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ജമാഅത്തെ ഇസ്ലാമി അതൊരു സമീപനമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി വേണ്ടപ്പെട്ട ആളുകളെ UDF പാനലിൽ കൊണ്ടുവരിക. അത് UDF ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് താങ്കൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ? അതാ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ആൾ കാൻഡിഡേറ്റാ. അതിന് എൻ്റെ ഉദാഹരണം. ഷാജി ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ളയാളാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ്. ഇത് നേരത്തെ AK ബാലൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര മന്ത്രി പദവി ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്ന്. അതുപോലെ ആയിപ്പോയി. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇവിടെ ഇത് നമ്മളെല്ലാവരും കേട്ടില്ല, നിങ്ങളും ഞാനും കേട്ട ഒരു ഇതാണ് അത്. അങ്ങനത്തെ ഒരാൾ കാൻഡിഡേറ്റ് പാനലിൽ വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കൂടുതൽ മതവൽക്കരിക്കലാണ്. അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി അജണ്ടയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട കോൺഗ്രസ് നടപ്പിലാക്കി. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി സ്ഥാനാർത്ഥി നിർണയത്തിൽ. അപ്പോൾ ഇത്തവണ ഇസ്ലാമിയുടെ പിടിയിലാണ് UDF. A. വിജയരാഘവന്റെ പ്രതികരണം. ഇപ്പോൾ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പക്ഷേ ഇന്ന് പിൻവലിച്ചത് അവിടെ മണ്ഡലത്തെ വലിയ ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുന്നു ഈ SDPI സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശനമൊക്കെ. പക്ഷേ ഇന്ന് SDPI സ്ഥാനാർത്ഥി പിൻവലിച്ചത് ഒരു UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായി. സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധിച്ച് പാർട്ടി ഭാരവാഹിത്വം രാജിവെക്കുന്നുവെന്ന് KM അഷ്റഫ് പ്രതികരിച്ചു. UDF-ഉമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകാം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതെന്നൊക്കെ KM അഷ്റഫ് പ്രതികരിക്കുകയും ചെയ്തു. പാർട്ടിയാണ് എന്നെ മത്സരിക്കാൻ പറഞ്ഞത്. പാർട്ടി തന്നെ പിന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിൻവലിച്ചു. എന്താണ് അതിന്റെ ഒരു പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പിന്നെ UDF-ഉമായിട്ട് എന്തെങ്കിലും
ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. ഇതില് SDP സ്ഥാനാർത്ഥി വരുമ്പോൾ സാധാരണ BJP ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പിന്മാറ്റം? അല്ല, അത് അങ്ങനെ ഇല്ല. അവിടെ SDP-ക്ക് ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നേതൃത്വം അത് മനസ്സിലാക്കാത്തത്? പ്രാദേശികമായിട്ട് യെസ്, അതാണ് അപ്പൊ ഈ കെ അഷ്റഫ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. കെ അഷ്റഫ്, ഒടുവിൽ അങ്ങനെ പിൻവലിക്കേണ്ടി വന്നു അല്ലേ? പിൻവലിക്കാൻ സംസ്ഥാന കമ്മിറ്റി രാവിലെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഒക്കെ രാവിലെ 9 മണിക്ക് തന്നെ എത്തിയിരുന്നു. അവര് പിന്നെ വീട്ടില് യോഗം ചേർന്നു. 2 മണിക്കൂർ വരെ യോഗം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് പിൻവലിക്കാൻ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിമാരും പറഞ്ഞു, അതനുസരിച്ചു. പക്ഷേ അഷ്റഫിന്റെ ഒരു പൂർണ്ണ മനസ്സവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെയുണ്ടോ? അല്ല, എന്തെന്ന് പറഞ്ഞാല് എന്നോട് മത്സരിക്കാൻ പറഞ്ഞത് പാർട്ടിയാണ്. അപ്പോ പിന്മാറാൻ പറഞ്ഞത് പാർട്ടിയാണ്. അതിന്റെ ഇടയിൽ ഈ ഉള്ള ദിവസങ്ങളിൽ അതിനു മുമ്പ് തന്നെ പാർട്ടി മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോ മഞ്ചേശ്വരത്ത് ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമുക്ക്. അവിടെ ജനങ്ങളുടെ ഇടയിൽ പാർട്ടി പ്രവർത്തകരെക്കാളും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, പാർട്ടി വോട്ട് എത്രയാണോ അപ്പൊ അതിനേക്കാളും ഒരു നിഷ്പക്ഷമായ ജനക്കൂട്ടം അവർ നമ്മളെ വിശ്വാസത്തിലെടുത്തിരുന്നു. മത്സരിക്കും, അവർക്ക് ഇവിടെ ഒരു പുതിയ ഒരു 3ാം ബദൽ വേണമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്ന് പതറിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ്. അത് നമുക്കൊരു മനസ്സിന് ചെറിയ വേദന. അവർക്ക് മുന്നിൽ ഒരു മറുപടി പറയാനില്ല എന്ന സാഹചര്യം വന്നോ? അങ്ങനെയാണ് ആ സാഹചര്യം വന്നു. കാരണം അവര് എന്നെ കൃത്യമായി വിശ്വസിച്ചിരുന്നു. ഞാൻ മത്സരിക്കും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ അഷ്റഫിന് ഇപ്പൊ ഈ പിൻവലിച്ചല്ലോ, ഇത് എന്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് അഷ്റഫ് വിചാരിച്ചത്? മത്സരിച്ചിരുന്നെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാകും? BJP-യെ ഇത് ഏത് തരത്തിലെത്തിക്കും? അഷ്റഫ് പിന്മാറിയാൽ അത് BJP-ക്ക് ഗുണമാകുമെന്ന കണക്കുകൂട്ടൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, ഇത് എന്തറിയോ, ഇവിടെ ഞാൻ കൃത്യമായി ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൃത്യമായി ഈ ഗ്രൗണ്ട് മഞ്ചേശ്വരത്തിന്റെ എല്ലാ ഭാഗത്തും കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. പാർട്ടി പറഞ്ഞെങ്കിലും അതിനു മുമ്പ് തന്നെ അല്ല, ഞാൻ ചോദിക്കുന്നത്, പക്ഷെ അത് BJP വോട്ടുകൾ പിളർത്തുമെന്ന് അവരുടെ ന്യായവാദം അഷ്റഫ് അംഗീകരിക്കുന്നില്ല. ഇല്ലപ്പോ അല്ല, BJP-ക്കെതിരായുള്ള വോട്ടുകൾ പിളർത്തും എന്ന ന്യായവാദം അംഗീകരിക്കുന്നില്ല. ഇല്ല, ഇപ്പോഴും ഞാൻ പറയുന്നു, മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിൽ ഇപ്പൊ നിലവിലുള്ള MLA-ക്കെതിരെ ശക്തമായ എതിർപ്പുകളുണ്ട്, വിയോജിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജന അഭിപ്രായം വിരുദ്ധമാണ്, MLA-ക്കെതിരാണെന്നാണ് പറയുന്നത് അല്ലേ? MLA-ക്കെതിരെ ജനങ്ങൾക്ക് നല്ല അഭിപ്രായ എതിരാണ്. ഞാൻ ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഉച്ചക്കോ ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്ന് ഒരു അണുമണി തൂക്കം പോലും പിന്നോട്ട് പോകുന്നില്ല. അപ്പൊ അങ്ങ് പറയുന്നത് സ്വാഭാവികമായി ഈ SDP-യെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികളൊന്നും ഈ MLA-ക്ക് എന്തായാലും വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്നാ പറയുന്നത് അല്ലേ? അല്ല, ഇത് എന്തറിയോ, ഞാൻ ഇപ്പോ ഈ നേരം വരെ ജനങ്ങൾ ഇവിടെ വിശ്വസിച്ച ഒരു കാര്യമുണ്ട്, എന്നോട് ജനങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, നല്ല ഒരു വിഭാഗം, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, മിഞ്ഞാന്നും പറഞ്ഞിരുന്നു, UDF-ന്റെ ഉള്ളിലുള്ള നല്ല ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ചില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഔദ്യോഗിക സ്ഥാനത്തുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം എന്നോട് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അതെല്ലാം തള്ളിക്കളഞ്ഞാണ് ഇപ്പൊ അങ്ങയോട് പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് ഏതെങ്കിലും തരത്തിൽ BJP-യുടെ ജയസാധ്യതയെ അനുകൂലിക്കുമോ പ്രതികൂലിച്ചുവോ എന്തെങ്കിലും തരത്തിൽ വരുമോ ഈ പിൻവലിക്കലോ? ഞാൻ ഒരിക്കലും BJP ഇവിടെ വിജയിക്കും ഈ നേരം വരെ വിശ്വസിക്കുന്നില്ല. ഞാൻ BJP വിജയിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഈ വോട്ട് ഇനി എങ്ങോട്ട് പോകും എന്ന് ഞാൻ എന്തറിയോ, അതായത് നിലവിൽ അവിടെ UDF-ന്റെ MLA എതിർക്കുന്ന വലിയൊരു വിഭാഗം വോട്ടുണ്ട്, അതിപ്പോൾ എങ്ങോട്ട് പോകും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അതാണ് ഇവരെല്ലാവരെയും ഞാൻ ഈ മണ്ഡലത്തിൽ ഈ വരുന്ന എല്ലാ ദിവസങ്ങളിലും സജീവമായിട്ടുണ്ടാവും. ഞാൻ ഈ കണ്ട ആൾക്കാരൊക്കെ ഒന്നും കൂടി അവരെ കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ വരെ അവരോട് എന്താ പറയുക? UDF-ന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ UDF-ന് വോട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഇല്ലില്ല, ഞാൻ അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യട്ടെ. അല്ല, UDF-ന് വോട്ട് ചെയ്യുമെന്ന് പറയില്ല. ഞാൻ അവരായിട്ട് സംസാരിക്കും, അവരുടെ ആശങ്കകൾ എന്താണോ എന്ന് അവരുമായി ഡിസ്കസ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. കാരണം ഇത് ചെറിയ വിഭാഗമല്ല. ഞാൻ കൃത്യമായി പറഞ്ഞാൽ മണ്ഡലത്തിൽ വലിയൊരു വിഭാഗമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുണ്ട്.
വലിയൊരു വിഭാഗം താങ്കൾക്കൊപ്പമുണ്ട്. അവരോട് കാര്യങ്ങൾ വിശദീകരിക്കും. അവരുടെ വോട്ട് എന്തായാലും UDF-ന് കിട്ടില്ല എന്നാണ് താങ്കൾ ഉറപ്പിച്ച് പറയുന്നത് അല്ലേ? അവര് എന്തറിയോ, മഞ്ചേശ്വരത്ത് ഒരു ജനങ്ങൾ വിചാരിച്ച ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു മൂന്നാം ബദൽ വേണമെന്ന്. ഇനിയിപ്പോ അത് LDF-ലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. അതും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ആ വോട്ട് LDF-ലേക്ക് പോകുമെന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാല്. കാരണം എന്റെ കൂടെ നിന്ന പാർട്ടി പ്രവർത്തകരല്ലാതെ പാർട്ടി പ്രവർത്തകരൊക്കെയും പാർട്ടി നേതൃത്വം അത് മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാർട്ടി പ്രവർത്തകർ താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം രവീന്ദ്രൻ കൂടി രാവണേശ്വരത്ത് നിന്ന് രവീന്ദ്രൻ രാവണേശ്വരം കൂടി ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ രാവണേശ്വരം, നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം നോക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം ആ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കസേരകളി എങ്ങനെ നീങ്ങും എന്ന്. ഹലോ, ശ്രീ രവീന്ദ്രൻ രാവണേശ്വരം, ഇതാണ് മഞ്ചേശ്വരത്തിൻ്റെ ചിത്രം. കഴിഞ്ഞ തവണ അവിടെ UDF സ്ഥാനാർത്ഥി കിട്ടുന്നത് 65,000 വോട്ടുകളാണ് അല്ലേ? അവിടെ നിന്ന് എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ ഈ SDPI സ്ഥാനാർത്ഥിയുടെ വരവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഓക്കെ, ഏതായാലും ആ ഓഡിയോയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ്, വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. നമുക്ക് നോക്കാം മഞ്ചേശ്വരത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ത്. SDPI സ്ഥാനാർത്ഥം പിൻവലിച്ചതിൽ ഇപ്പോൾ വലിയ ഒരു ചർച്ചയാവുകയാണ്. എന്നോടൊപ്പം ശ്രീ രാവണേശ്വരം രവീന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രവീന്ദ്രൻ, ഇത് ഈ ഒരു നിലപാട്, SDPIയുടെ നിലപാട് എന്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ആ മഞ്ചേശ്വരത്ത് ഉണ്ടാക്കുമെന്നാണ് താങ്കൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വിലയിരുത്തുന്നത്? SDPIയുടെ സാന്നിധ്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, കേൾക്കാമോ? കേൾക്കാം. ഒന്ന്, അവർ പറയുന്ന വോട്ട് 7600-ൽ പരം വോട്ടുകൾ അവർക്കുണ്ട് എന്ന് പറയുന്നതാണ്. ഈ വോട്ടുകൾ ഒരു സ്ഥായിയായ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടല്ല.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും ബ്ലോക്കുകളിലുമായി അവർക്ക് ലഭിച്ച വോട്ടുകളാണ്. ഈ വോട്ടുകൾ ഒരിക്കലും നിയമസഭാ മണ്ഡലത്തിലെ വോട്ടായിട്ട് ഒരു പൊളിറ്റിക്കൽ വോട്ടായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു 8000 വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIക്ക് അവിടെ നിന്ന് സമാഹരിക്കാനോ മറിക്കാനോ കഴിയില്ല. ഫലത്തിൽ ഇത് വലിയൊരു ഒരു ചിത്രം സൃഷ്ടിക്കില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ വോട്ട് അവർ പറഞ്ഞ ഈ വോട്ട് വലിയ ചിത്രം സൃഷ്ടിക്കുന്നില്ല. ഇനി SDPI ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഇനി അത് നിർത്തിയില്ലെങ്കിൽ ചെറിയ ആശങ്ക ഒഴിഞ്ഞു, UDFന് ചെറിയ ആശങ്ക ഒഴിഞ്ഞു എന്നതല്ലാതെ അവിടെ ഉള്ള പ്രശ്നങ്ങള് 2016-ലെയും 2021-ലെയും അവിടെ ഉണ്ടായിരുന്ന വോട്ട് ആശങ്ക, അതായത് UDFനും BJPക്കും തുല്യമായ ഏതാണ്ട് അടുത്ത വോട്ടുകൾ 89 വോട്ടിന്റെ ഭൂരിപക്ഷവും 755 വോട്ടിന്റെ ഭൂരിപക്ഷവുമായ ആ ആശങ്ക ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. അത് SDPI ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ആശങ്ക അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് SDPIയുടെ മാറ്റത്തിന്റെ മുകളിൽ ഒരു വലിയ ചർച്ച മഞ്ചേശ്വരത്ത് ആവശ്യമുണ്ട് എന്ന് തോന്നില്ല. അതൊരു ആശങ്ക UDFന് ചെറിയ ആശ്വാസമായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും അവരുടെ പിന്തുണ UDFന് ഉണ്ട് എന്ന് അവർ പറയുന്നില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ഞങ്ങളോടൊപ്പം അവിടുന്ന് ചേർന്നത്. നമുക്ക് അതിൻ്റെ ഒരു കണക്കുകൾ ഒന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് അവിടെ കിട്ടിയ വോട്ടിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ ചാർട്ട് ഒന്ന് കാണിക്കാം. 65,758 വോട്ടുകളാണ് UDFന് കഴിഞ്ഞ തവണ കിട്ടിയത്. അത് LDFനാകട്ടെ 40,639 വോട്ടുകളാണ് ആകെ സമാഹരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 65,13 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ NDAയുടെ വോട്ടുകൾ അത് 2011 43,000 ആയിരുന്നു. അവിടെ നിന്ന് ഉയർന്ന് 2021 ആകുമ്പോഴേക്കും അത് 65,000-ലെത്തുന്നു. LDFൻ്റെ വോട്ടുകൾ 2011 35,000 ആയത് 2021 ആകുമ്പോഴേക്കും 40,000 ആകുന്നു. അതോടൊപ്പം തന്നെ UDFലെ വോട്ടുകൾ 2011 49,000 ആയിരുന്നത് അത് 65 ആയി ഉയരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ IUML സ്ഥാനാർത്ഥി AK മഷ്റഫാണ് അവിടെ 68,858 വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം. ഏതായാലും ഈ SDPI വന്ന ഒരു സാഹചര്യത്തിൽ അത് SDPIയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് UDFും അതുപോലെ മതസംഘടനകളും ഒക്കെ ചേർന്നാണ് എന്നുള്ള ഒരു ആരോപണമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. VD സതീശനും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഒക്കെ ഇതിൽ ഇടപെട്ടു എന്നും കെ സുരേന്ദ്രൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് ഇനി നോക്കാം അടുത്ത മണ്ഡലം ഇലക്ഷൻ ചർച്ച. ഓക്കെ, നോക്കാം ഇനി നമുക്ക് ഇന്നത്തെ ഇലക്ഷൻ ട്വിസ്റ്റ്. ഓക്കെ, കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന യു പ്രതിഭയുടെ MLAക്കെതിരെ സ്ത്രീവിരുദ്ധ അധിക്ഷേപം വന്നു. അതിനെ തുടർന്ന് ആ അധിക്ഷേപം നടത്തിയ ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെ നടപടിയുണ്ടായി. അദ്ദേഹം അന്ന് എടുത്ത ഒരു നിലപാട് നമുക്ക് ലിങ്കിൽ കാണാം. അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സ്ത്രീകളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലം കഴിഞ്ഞ 45 വർഷക്കാലം 4.5 പതിറ്റാണ്ട് കാലം ഞാൻ പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സ്ത്രീത്വത്തെ അപമാനിക്കാനോ സ്ത്രീകളെ മോശപ്പെടുത്താനോ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള പ്രവൃത്തികളോ പരിപാടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് എന്നെ അറിയാവുന്ന മുഴുവൻ ആൾക്കും അറിയാവുന്ന. അതുകൊണ്ട് ആ പരാമർശം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതാണ്. അപ്പോൾ വളരെ മോശമായ ഒരു പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. ഏതായാലും പ്രചരണത്തിനിറങ്ങി സ്വന്തം പാർട്ടിയിലെ അംഗത്വം വരെ നടപടിക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇത് ഇപ്പോൾ അതിൻ്റെ ഒരു ഏതാണ്ട് ഒരു ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ഇനി കടുത്ത മത്സരത്തിൻ്റെ ദിനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടുതൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നൽകാൻ കഴിയും. എല്ലാവർക്കും ഇന്നത്തേക്ക് ശുഭം. Goodbye.